ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കേക്ക് റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഒരു ഐസ്ക്രീം കേക്ക് റെസിപ്പി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ പാത്രമാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിന് നല്ല അടച്ചുറപ്പുള്ളൊരു മൂടിക വേണം. അപ്പോൾ ഈ പാത്രത്തിൻ്റെ മൂടിക ഇതാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഈ മൂടിയയ്ക്ക് ഒരു ചെറിയ ഹോളുണ്ട്. അപ്പോൾ ആ ഹോൾ നമുക്കൊന്ന് അടച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ചെറിയ പീസ് പേപ്പർ എടുത്തിട്ട് അതൊന്ന് അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ആവി മുഴുവനും പുറത്തേക്ക് പോയിട്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പം എല്ലാവരുടെ കയ്യിലും ഓവനൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പാത്രത്തിൽ തന്നെ ചെയ്ത് കാണിക്കുന്നത്. ഓവനുള്ളവർ നിങ്ങൾ ഓവനിൽ ചെയ്താൽ മതി. ഇപ്പം ഞാൻ സ്റ്റൗ ഒന്നും ഓണാക്കി കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓവനുള്ളവരാണെങ്കിൽ നിങ്ങൾ 10 മിനിറ്റ് നിങ്ങളുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ബാറ്ററൊക്കെ തയ്യാറാക്കിയിട്ട് ഒരു 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ആ ചൂട് നന്നായിട്ട് അതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്കൊരു ചെറിയ പ്ലേറ്റാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ ചെറിയ റിങ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കില്ലേ, ആ ചെറിയ റിങ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആ ഉപ്പിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച പാത്രം വെക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഞാൻ ബാറ്റർ ഒഴിച്ച് വെക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇതേപോലത്തെ ഒരു പാത്രത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മളിങ്ങനെ ഈ പാത്രം വെച്ച് മൂടിയും വെച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് അടഞ്ഞിരിക്കണം. എവിടെ ഒരു ഗ്യാപ്പ് വരരുത്. നന്നായിട്ട് അടഞ്ഞിരുന്നാലേ നമ്മളിത് ഹീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ എടുക്കണം കേട്ടോ നിങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ഈ പാത്രമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അതിന് ശേഷം സ്റ്റൗ ഓണാക്കാം. സ്റ്റൗ ഓണാക്കിയതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് പ്രീ ഹീറ്റ് ചെയ്യാം കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രങ്ങളും അതേപോലെ സ്പൂണൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം. അതായത് വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ശരിയായി കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്ററിൻ്റെ വാനില ഐസ്ക്രീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ ഇതാണുള്ളത്, അതുകൊണ്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ അളവ് ഞാൻ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പറയാം എനിക്ക് എത്ര വേണ്ടി വന്നു എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 1 ലിറ്ററിൻ്റെ ആണല്ലോ യൂസ് ചെയ്തത്. അതിൽ ഞാനൊരു 750 ml ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ബാറ്റർ തയ്യാറാക്കുമ്പോൾ. ഇനി അപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അരിച്ചെടുക്കണം നമുക്കത്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് പഞ്ചസാര നന്നായി മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഐസ്ക്രീമിൽ ഓൾറെഡി മധുരം ഉണ്ടാവും, പക്ഷേ എങ്കിലും ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ല മധുരം കിട്ടണത് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ, അത് നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബ്ലെൻഡറോ അല്ലെങ്കിൽ ബീറ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ അതൊന്നും ഇല്ലാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം പിടിക്കുന്നതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ ഇതേപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂണിൽ കോരി ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇതേപോലെ ഫ്ലോ ചെയ്ത് ഇതേപോലെ വീഴണം. എവിടെ സ്റ്റക്ക് ചെയ്ത് നിൽക്കാതെ ഇതേപോലെ നന്നായിട്ട് വീഴണം. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ
കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ നമുക്ക് പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ നേരത്തെ കാണിച്ചില്ല ആ സ്റ്റീലിൻ്റെ പാത്രം, അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാൻ പോവാണ്. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഇത് തയ്യാറാക്കി എടുക്കുമ്പോൾ അരികൊക്കെ അവിടെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നന്നായി ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഐസ്ക്രീം കേക്കിൻ്റെ ആ ഇതുണ്ടല്ലോ ബാറ്റർ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒരു 3/4 ഭാഗത്തോളം ഉണ്ടാവുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഈ തയ്യാറാക്കുന്ന ബാറ്റർ. അപ്പോൾ അതാ കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അത് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക 2-3 പ്രാവശ്യം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നല്ലോ, അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്ററിൻ്റെ ആ പാത്രം നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മൂടിക വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് നേരത്തെ തയ്യാറാക്കിയപ്പോൾ എനിക്ക് 1 മണിക്കൂറാണിത് റെഡിയായി കിട്ടാനായിട്ട് വേണ്ടി വന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. റെഡി ആയിട്ടില്ല എന്ന തോന്നണേ കണ്ടില്ലേ അതിൻ്റെ മുകളിൽ. അപ്പോൾ ഞാനൊന്ന് ഒരു ഫോർക്ക് ഒന്ന് കണ്ട, അപ്പോൾ ഫോർക്കിലൊക്കെ ഒട്ടിപ്പിടിച്ച്. അപ്പോൾ ഇത് ശരിയായിട്ടില്ല, അതായത് റെഡിയായി വന്നിട്ടില്ല. ഇപ്പോൾ അരമണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു അരമണിക്കൂറും കൂടി ഒന്നും കൂടി ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതേപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ദാ ഇവിടെ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മൂടി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഒരു പപ്പടം കുത്തി വെച്ചിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്, ഉള്ളിലൊക്കെ വെന്തോന്ന് അറിയാനായിട്ട്. ഞാൻ അതിന് മുന്നേ ആ ഒരു ഫോർക്കിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അതാണ് ആ ചെറിയ കുത്തൊക്കെ കാണുന്നത്. അപ്പോൾ അതാ നമ്മുടെ പപ്പടം കുത്തി ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. എന്താ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അത് അങ്ങോട്ട് വിട്ടു പോന്നോളും. അപ്പോൾ ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചപ്പാത്തി പലകയിലോട്ടാണ് കേട്ടോ മാറ്റണത്. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക്. അടിയിലൊന്നും കരിഞ്ഞൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. സൈഡിലൊക്കെ അതാ നല്ല ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ആ കാണുന്ന കുത്ത് അത് ഞാൻ ആ ഫോർക്കൊക്കെ ഇട്ട് കുത്തിയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ഐസ്ക്രീം കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്കൊക്കെ റെഡിയാക്കിയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് അറിയാൻ പറ്റണത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ അതാ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മളിത് ഐസ്ക്രീം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള സ്പോഞ്ചി കേക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കാം. അപ്പോൾ അതാ നല്ല അടിപൊളി മധുരമുള്ള ഐസ്ക്രീം കേക്കാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിക്കറിയാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കും കൊടുക്കുക, നിങ്ങളും കഴിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും താങ്ക് യു.